5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് 31,378 വോട്ടുകൾക്കാണ് ജയിച്ചത്. ഇവിടെ ശരാശരി ആളുകൾ പറയുന്ന പോലെ 11,077 വോട്ടുകൾക്കല്ല. അതേസമയം 11,432 വേറെ കണക്കും വരുന്നുണ്ട്. എന്തായാലും 11,432 11,077 അല്ല. ഞാനീ പറഞ്ഞ 31,378 എന്ന് പറയുന്നതിനകത്ത് 19,946 വോട്ട് കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 19,946 വോട്ട് PV അൻവർ പിടിച്ച വോട്ടാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, PV അൻവർ ഷൗക്കത്തിൻ്റെ വോട്ട് പിടിച്ച് മാത്രമാണോ? ഷൗക്കത്തിൻ്റെ വോട്ട് പിടിച്ചില്ലേ? തീർച്ചയായിട്ടും ഷൗക്കത്തിൻ്റെ കുറേ വോട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ PV അൻവർ നിന്നില്ലെങ്കിൽ ആ വോട്ട് ഷൗക്കത്തിന് കിട്ടും. ഇനി സ്വരാജിൻ്റെ വോട്ട് പിടിച്ചില്ലേ എന്ന് ചോദിക്കും. തീർച്ചയായും പിടിച്ചിട്ടുണ്ട്. ആ വോട്ടും അൻവർ നിന്നില്ലെങ്കിൽ ഷൗക്കത്തിന് കിട്ടും. സ്വരാജിന് തിരിച്ച് കിട്ടത്തില്ല. കാരണം ആൻറ്റി ഇൻകംബൻസ് ഭരണവിരുദ്ധ വികാരം അവിടെ ഉള്ളത് കൊണ്ടും ജനവിരുദ്ധമായ ഒരു സർക്കാരിനെ ഇറക്കണമെന്നുള്ള ജനങ്ങൾ നിശ്ചയദാർഢ്യം അടിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വരാജിൽ നിന്ന് കുറഞ്ഞ വോട്ടുകൾ അല്ലെങ്കിൽ സ്വരാജിൽ നിന്ന് പോയ വോട്ടുകൾ ഒരു കാരണവശാലും അത് അൻവർ ഇല്ലെങ്കിൽ സ്വരാജിന് തിരിച്ചു കിട്ടൂല. അതാണ് രാഷ്ട്രീയം. അതും കൂടി അൻവർ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ 31,378 വോട്ടുകളുടെ ഏകദേശം വലിയൊരു ശതമാന വോട്ടിൻ്റെ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട്. ശരിക്കു പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് ഇനി തുടരാൻ അവകാശമില്ല. AK ആൻ്റണി പറഞ്ഞതുപോലെ സാങ്കേതികമായി മാത്രം തുടരുന്നൊരു ഗവൺമെൻറ്റാണ്. തത്വത്തിൽ ജനാധിപത്യ വിധി നിങ്ങൾക്കെതിരാണ്. കഴിയുമെങ്കിൽ കഴിയുന്നത്ര നേരത്തെ മുൻപ് നയനാർ ചെയ്തതുപോലെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇനി നിങ്ങൾ ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. സാങ്കേതികമായി തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ക്യാപ്റ്റനാണെന്നും കാരണഭൂതനെന്നും അതുപോലെ ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ലെജൻഡാന്ന് പറഞ്ഞു. എല്ലാം വീണുടയുന്ന വിഗ്രഹമാണെന്നറിയുക. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരാളും ലെജൻഡാവുകയില്ല. അങ്ങനെ ലെജൻഡാകണമെങ്കിൽ ചിലരായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ലെജൻഡുകൾ. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിക്കാം. ലെജൻഡുകളുണ്ട് രാഷ്ട്രീയത്തിൽ, പക്ഷേ അതിന് അതിൻ്റേതായ ഔന്നത്യവും വേണം. അല്ലാതെ ഇത്തരത്തിൽ ശരാശരി അധികാരഭ്രമം കൊണ്ട് ശരാശരി രാജാക്കന്മാരെ പോലെ തമ്പുരാന്മാരെ പോലെ വാഴുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതുമുണ്ടാവുകയില്ല. എത്ര ഉയരത്തിലേക്ക് കയറിയാലും അതിനേക്കാൾ വേഗത്തിലായിരിക്കും താഴേക്ക് വീഴുന്നത്. ഇപ്പോൾ സഖാവ് MA ബേബി പറയുന്നു, ഇത് ഞങ്ങൾക്ക് 3ാം ഭരണത്തിന് ബാധിക്കില്ല എന്ന്. 3ാം ഭരണത്തിന് നിങ്ങൾക്ക് പലർക്കും കെട്ടിവെച്ച കാശ് കിട്ടുമോ നിങ്ങൾ ആലോചിക്കുക. കാരണം അത്രമാത്രം ദൂഷിച്ച രീതിയിലാണ് പാർട്ടിയും സംവിധാനങ്ങളും പോകുന്നത്. പാർട്ടി സെക്രട്ടറിയെ പരസ്യമായും രഹസ്യമായും ശാസിക്കുന്നു. സെക്രട്ടറിയോട് വാതുറക്കരുതെന്ന് പറയുന്നു. വാതുറക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ താങ്കൾ MA ബേബി അടക്കമുള്ളവരെ മാറ്റി നിർത്തുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്നിട്ട് ഇതെല്ലാം നടത്തി ലെജൻഡെന്നും കാരണഭൂതനെന്നൊക്കെ പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി ഇന്ന് വാഴുമ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ മറ്റൊരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 31,378 എന്ന് പറഞ്ഞാൽ അത് ചെറിയ വ്യത്യാസം വീണ്ടും ഫൈനൽ വോട്ട് വരുമ്പോൾ 31,000-ൽ കൂടുതൽ വോട്ട് ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചിട്ടുണ്ട്. വലിയ മാർജിനിലാണ് സ്വരാജ് തോറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വരാജ് കൃത്യമായി ഹോംവർക്ക് ചെയ്യണം. താങ്കളുടെ ഈ പറയുന്ന ബഹളങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. താങ്കൾ എങ്ങനെ തത്വാധിഷ്ഠ നിലപാടുന്ന ഒരു സോക്കാൾഡ് വരുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പിനിടയിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് അവർക്ക് സുഖം വരുന്ന നിലപാട് തറ അല്ലെങ്കിൽ നിലപാടെടുക്കുന്നവൻ ആദർശധീരൻ എന്നൊന്നും പറയുന്നതിനകത്തൊരു കാര്യമില്ല. ജനങ്ങളുടെ പൾസറിയുന്ന, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, ജനങ്ങളിൽ നിന്ന് വളർന്നു വന്ന VS അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കളുണ്ട് വരെ. അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നും അദ്ദേഹത്തിന് അധികാരമോഹമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്കളൊന്ന് ആലോചിക്കണമായിരുന്നു. താങ്കൾക്കൊരു അധികാരമോഹമില്ലെങ്കിൽ ഈ 9 മാസത്തേക്കോ 10 മാസത്തേക്കോ എന്തിനാണ് താങ്കൾ അവിടെ പോയി? താങ്കളൊരു മന്ത്രിപദം കണ്ടിരുന്നുവോ? എന്തായാലും താങ്കൾ പരാജയപ്പെട്ടു. 2 പ്രാവശ്യമാണ് താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇനി കിട്ടുന്നത് താങ്കൾക്ക് ബോണസാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ വിജയത്തെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാവരും തിരിച്ചറിയേണ്ടത് ഇത് വലിയ ജനവിരുദ്ധമായൊരു വികാരമാണ്. ആ ജനവിരുദ്ധ വികാരം കേവലം 11,077 11,432 വോട്ടൊന്നുമല്ല, അത് ഈ 31,000-ൽ പരം വരുന്ന വോട്ടാണ് നിങ്ങൾക്കെതിരെ നിലമ്പൂർ എന്ന് പറയുന്നൊരു ചെറിയ മണ്ഡലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാലത്തിൻ്റെ ഒരു കാവ്യനീതി കൂടിയാണ് ഇത് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുക. അല്ലെങ്കിൽ ഇന്ത്യയിലെ കായലോരത്തൊരു പാർട്ടി കായലിൽ ചിലപ്പോൾ കായലിൻ്റെ അടുത്ത് പോയി കടലോരത്ത് മാത്രം എത്തി നിൽക്കുന്നൊരു പാർട്ടി ഇനി എങ്ങോട്ടാണ് പോവുകയെന്ന് ആർക്കും പറയാനാകില്ല. രക്ഷിക്കാൻ ആർക്കും കഴിയുകയുമില്ല.